കേരള വിഷൻ ന്യൂസ്. ദുരന്തത്തിൽ നിന്നും കരകയറാൻ കേരളം ഒന്നാകെ കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മേഘന തുടരുന്നുണ്ട്. മേഘന, അവിടെ റിസോർട്ടുകളിൽ കുടുങ്ങിയ ആളുകളെല്ലാം പൂർണ്ണമായി തന്നെ രക്ഷപ്പെടുത്തി ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ രക്ഷാപ്രവർത്തകർ എത്തിച്ചേർന്നോ? തീർച്ചയായും ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഈ മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഇന്നലെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആദ്യം കയറിച്ചെല്ലാൻ പറ്റാത്ത രക്ഷാപ്രവർത്തകർക്ക് കയറിച്ചെല്ലാൻ പറ്റാത്ത ഭാഗമായിരുന്നു ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത്. കാരണം ഈ മുണ്ടക്കൈയും ചുരൽമലയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം തകരുകയും അതിനാൽ ഇപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഇന്നലെ ഉച്ചയോടുകൂടിയുമാണ് ഈ മുണ്ടക്കൈയിലേക്ക് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനവും തെരച്ചിലും ഒക്കെ കേന്ദ്രീകരിക്കുന്നത്. ചൂരൽമലയിൽ ഏകദേശം രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിലുണ്ടായ അതേ വേഗതയിൽ തന്നെ തുടരുന്നുണ്ട്. പക്ഷേ മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസാന ജീവനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ ഏറ്റവും വലിയൊരു ശ്രമം എന്ന് പറയുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ചൂരൽമലയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള തോട്ടം മേഖലയാണ്. അത് ചെറിയൊരു പട്ടണം എന്ന് പറയാം. അവിടെ ഒരു സ്കൂളും ഒരു അംഗനവാടിയും അങ്ങനെ ഒരു ചെറിയ പട്ടണമായിരുന്നു ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത്. അതിനുപരി ഒരുപാട് റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കൂടുതലായും പരിശോധിക്കുന്നത്. ജീവനുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുക, അവരെ എത്രയും വേഗം തന്നെ മറുകരയിലേക്ക് എത്തിക്കുക, ആൾ താമസമുള്ള അല്ലെങ്കിൽ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് മാറ്റി ആശുപത്രികളിലേക്ക് അടക്കം എത്തിക്കുക. ഇനി അത്യാവശ്യ ചികിത്സ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചികിത്സ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് വേഗത കൂടണമെങ്കിൽ ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് പൂർത്തീകരിച്ചാൽ JCB അടക്കമുള്ള ഹിറ്റാച്ചി അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിയും. അതിലൂടെ കൂടുതൽ മണ്ണ് മാറ്റിയും ഒക്കെയുള്ള ഒരു പരിശോധന നടത്താനാവും. ഇപ്പോഴും ഒരു പരിശോധന തുടരുന്നത് ഈ പുഴയിലൂടെ കെട്ടിവെച്ചിരിക്കുന്ന വടം വഴിയും അല്ലെങ്കിൽ താൽക്കാലികമായി ഇന്നലെ നിർമ്മിച്ചിട്ടുള്ള പാലം വഴിയുമാണ് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ തുണിയിൽ പൊതിഞ്ഞും മറ്റും ഈ മൃതദേഹങ്ങളും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളും ഒക്കെ എടുത്തു കൊണ്ടുപോയി രക്ഷാപ്രവർത്തകർ ഈ പുഴ കടക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അത് ഹൃദയഭേദകം എന്ന് മാത്രമേ പറയാനാകൂ. അത്രയേറെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഈ പ്രളയം ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ദുരിതങ്ങളിലൊന്നും കാണാത്ത വലിയൊരു വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് വേഗത കൃത്യമായ നല്ല വേഗതയുണ്ട്. അത് കാലാവസ്ഥ കൂടി അനുയോജ്യമായതോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഒരു പ്രവർത്തനം നടക്കുന്നു. ഈ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും പ്രവർത്തികളടക്കം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അല്പം മുന്നെയാണ് ഈ ചൂരൽമല മേഖലയിൽ ഒരു ഹെലികോപ്റ്റർ എത്തുകയും അവിടെ ഭക്ഷണങ്ങളടക്കം ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്നവർക്കും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങളൊക്കെ വിവിധ മേഖലകളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഈ മൃതദേഹം തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ മരിച്ച ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ ആൾക്കാരുടെ സംസ്കാരവും ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ ദുരന്ത ഭൂമിയിൽ നിന്നും